ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ജാസ്മി അഫ്സൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ബിഗ് ബോസിലെ ജാസ്മി, അതുപോലെ അഫ്സൽ, ജാസ്മിയായിട്ട് കല്യാണം ഉറപ്പിച്ച ചെറുക്കനാണ് അഫ്സൽ. അപ്പോൾ എന്താ പറയുക, അഫ്സൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് പറയുകയുണ്ടായി, അഫ്സൽ കൊടുത്തുവിട്ട എന്താ പറയുക, കൊടുത്തുവിട്ട ആ പാവയാണ് അഫ്സലിൻ്റെ ഉമ്മയും വാപ്പയും അതിനകത്തോട്ട് കൊണ്ടുപോയത്. അത് നേരത്തെ കൊടുത്തതായിരുന്നു. അതുപോലെ തന്നെ ഗബ്രിയുടെ മാലയൊക്കെ ഊരി മാറ്റിയിട്ട് അഫ്സലിൻ്റെ ഇതുള്ള മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഫ്സലിന് നാണമില്ലേ ഇങ്ങനെ ഒരു പെണ്ണിനെ ഇനി വീണ്ടും സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അഫ്സലിന് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഫ്സൽ നേരിട്ട് തന്നെ വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അഫ്സൽ ഇനി അനുഭവിക്കാത്ത ഒന്നുമില്ല, പാവം. എല്ലാം ഉറപ്പിച്ച് എല്ലാം കഴിഞ്ഞ് അവൻ്റെ സമ്മതത്തോടു കൂടി അവിടെ പോയതാണ്, ബിഗ് ബോസിൽ പോയതാണ്. അപ്പോൾ പക്ഷേ ബിഗ് ബോസിനകത്ത് ജാസ്മി കാട്ടിക്കൂട്ടിയത് എന്താ പറയുക, ആർക്കും സഹിക്കാൻ പറ്റാത്ത അത്രയും മോശം ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അഫ്സൽ പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എന്നെ നല്ലോണം യൂസ് ചെയ്തു, നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു. എന്നെ കൊണ്ട് എത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ആ പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു. എന്നെ കൊണ്ട് പറ്റിയുള്ള ഷോ പോകുന്ന മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോൾ തോന്നുന്ന ഇവളുടെ ആ പെരുമാറ്റം, സംസാരം, രീതി എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു 7 മാസം വെറുതെ നാടകം ആയിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ എനിക്കല്ല, എല്ലാവർക്കും തോന്നുന്ന സംഭവം തന്നെയാണ്. വലിയൊരു നാടകമായിരുന്നു. പ്രേമമോ അതൊന്നുമില്ല, വെറുതെ ഒരു പ്രേമ നാടകം എൻ്റെ അടുത്ത് കാണിച്ചു, തീർന്നു. നൈസിനെ തേച്ചു, അത്രയേ ഉള്ളൂ. ഇതിനുള്ള എക്സ്പ്ലനേഷൻ എന്ത് വന്ന് പുറത്ത് വരും, ചിലപ്പോൾ പുറത്തു വന്നു ഇതൊക്കെ ഗെയിമായിരുന്നു, ഞാൻ എന്തിനാ അവിടെ ആ പ്ലാറ്റ്ഫോമിൽ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം നശിപ്പിച്ചിട്ട് വന്ന് ന്യായീകരണം തന്നിട്ടോ ഒരു കാര്യമില്ല. ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, ജാസ്മിൻ മുന്നേക്ക് ആക്ച്വലി നമ്മുടെ ഈ ഉറപ്പിക്കലൊക്കെ പോയപ്പം അതിന് ശേഷം മുന്നേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ നിങ്ങൾക്ക് അറിയാലോ, എക്സ് ബോയ് ഫ്രണ്ട്. അപ്പോൾ അത് അഫ്സൽ പറയുന്നുണ്ട്, ഗെയിമൊക്കെ ശരി തന്നെയാണ്, ഗെയിമാണ്, ശരിയാണ്. ഗെയിം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഗെയിം കളിക്കണം അല്ലേ. ഗബ്രിയായിട്ട് കാണിച്ചു കൂട്ടിയ സംഭവങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടത് തന്നെയാണ്. അപ്പോൾ ഗെയിമൊക്കെ ആണെന്ന് പറയുമായിരിക്കുമെങ്കിൽ കൂടെ അഫ്സലിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്നാണ് അഫ്സൽ പറയുന്നത്. ശരി തന്നെയാണ്, അഫ്സൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എന്താ പറയുക, അത്രത്തോളം ഇതാണ് പുറത്ത് അനുഭവിച്ചത്. അതുപോലെ തന്നെ അഫ്സൽ പറയുന്നുണ്ട്, വീട്ടുകാർക്ക് ഒന്നും സമ്മതമായിരുന്നില്ല, ഈ കല്യാണത്തിന് സമ്മതമായിരുന്നില്ല. പിന്നെ അഫ്സൽ ഒറ്റ നിർബന്ധം കൊണ്ടാണ്, നല്ല പെൺകുട്ടിയാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഈ കല്യാണത്തിന് വീട്ടുകാരെല്ലാം സമ്മതിച്ചു എന്ന് അഫ്സൽ പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ജാസ്മിൻ അഫ്സലിനെ ചതിക്കുക തന്നെ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇത് വന്നതെന്ന്, ഇത്രയും ദേഷ്യം അഫ്സലിന് വരാനുള്ള സാഹചര്യം എന്ന് പറയാനാണെങ്കിൽ, ആ വിഷുവിൻ്റെ സമയത്ത് ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഗബ്രിയും ജാസ്മിൻ തമ്മിൽ എന്ത് ബന്ധമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ഗബ്രിയും പറയുന്നത്, ശരി ഗബ്രി പോട്ടെ, ജാസ്മിൻ പറയുന്നത് എനിക്ക് ക്ലാരിഫൈ ഇല്ല, പുറത്ത് എന്താ പറയുക, പുറത്ത് എന്ത് കഴിഞ്ഞിട്ട് എൻഗേജ്ഡ് ആയ ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടി എങ്ങനെയാണോ പറയേണ്ടത്, എനിക്കതിനുള്ള ക്ലാരിഫൈ ഇല്ല. അപ്പോൾ അഫ്സൽ എന്താണ് ചിന്തിക്കേണ്ടത്? അപ്പോൾ എല്ലാം ഉറപ്പിച്ച് അഫ്സലിൻ്റെ എല്ലാ സപ്പോർട്ടും കൂടിയാണ് ആ ബിഗ് ബോസിനകത്തോട്ട് വന്നത്. അപ്പോൾ ജാസ്മിൻ പറയണമായിരുന്നു, ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, എനിക്ക് പുറത്ത് വേറെ റിലേഷൻ ഉണ്ട്, ഞങ്ങൾ കമ്മിറ്റഡ് ആണ് എന്ന് പറയേണ്ടതായിരുന്നു. കമ്മിറ്റഡ് ആണെന്ന് എന്തോ ഒരു ഇതിൽ വിളിച്ച് പറയുന്നതല്ലാതെ മോഹൻലാൽ വന്ന അവസരത്തിൽ ജാസ്മിൻ അങ്ങനെ പറയുന്നില്ല, കമ്മിറ്റഡ് ആണ് എന്ന് പറയുന്നില്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു ഇതും ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതാണെങ്കിൽ അഫ്സൽ എന്ത് തന്നെയാണെങ്കിലും ജാസ്മിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു ജാസ്മിനെ. എന്താ പറയുക, അത്രയും ഇതോടുകൂടിയാണ് ബിഗ് ബോസിനകത്തോട്ട് പോയത്. അപ്പോൾ ജാസ്മിൻ്റെ ഇപ്പോൾ ഇവിടെ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് അഫ്സലിന് കാണിച്ചു കൊടുക്കുകയാണ്. അത്ര ഇതാണോ നീ പറഞ്ഞ നല്ല പെൺകുട്ടി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോഴുള്ള ആ മനുഷ്യൻ്റെ ആ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ എന്താ പറയുക, അഫ്സലിനെ വീണ്ടും
വീണ്ടും ആളുകൾ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ PR വർക്കുകാർ എന്താ പറയുക, ജാസ്മിൻക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ. അപ്പം ഇതൊക്കെ ഗെയിമിന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പുറത്ത് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഗെയിമാണോ? ഇതിനകത്തൊരു എന്താ പറയുക, ഒരു നമ്മൾ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത്. ലൈഫ് വെച്ചിട്ടല്ല നമ്മളൊരു ഗെയിം കളിക്കേണ്ടത്. നമ്മളായിട്ട് നിന്നിട്ട് വേണം ഗെയിം കളിക്കേണ്ടത്. അപ്പോൾ ജാസ്മിൻ ഇതൊന്നും പറയുന്നത് ശരിയല്ല. അതുപോലെ ജാസ്മിൻക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊന്നും പറയുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ അഫ്സൽ പറയുന്ന കുറച്ച് വാക്കുകൾ കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. ഈ ചെന്നൈ പോയി അവസാനം ഈ കൈ കാണുന്നത് തന്നെയാണ്. അപ്പം ഈ ഒരു സമയത്ത് അവൾ ആ വണ്ടി കയറുന്ന മുമ്പ് എൻ്റെ കൈ പിടിച്ചിട്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു. മനസ്സിലാക്ക, ഞാൻ പോവാണ്, തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേ വരുള്ളൂ, ഞാൻ നിങ്ങളുടേതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ഒരു വാക്ക് അങ്ങനെ നമ്മൾ പ്രോമിസ് ചെയ്യല്ലേ. അങ്ങനെ പ്രോമിസ് ചെയ്ത് പോയ ആളാണ്. എന്നെക്കൊണ്ട് മാക്സിമം പിടിച്ച് നിൽക്കാൻ പറ്റുന്ന അത്രയും ഞാൻ പിടിച്ച് നിന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. ഞാൻ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് Day 37 എന്ന് പറഞ്ഞാൽ ആ വിഷുയുടെ എപ്പിസോഡിൻ്റെ സമയത്താണ്. കാരണം ആ ദിവസമാണ് മോഹൻലാൽ എന്നൊരു നടൻ അല്ലെങ്കിൽ ആ ഹോസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ ബന്ധം എന്താണ്. അപ്പോൾ പറയാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി, പ്രണയം പിടിച്ചു വച്ചിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെ. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ആ ഒരു വിഷയം അത്രയും മോശമാവുന്ന സ്ഥിതിയിൽ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഇവൾ കാണിക്കുന്ന പലതും എനിക്ക് കോപ്പി പേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ആ പുള്ളിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഗബ്രിയുടെ അടുത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ കോപ്പി പേസ്റ്റ് എൻ്റെ അടുത്ത് കാണിച്ച സെയിം സാധനങ്ങൾ അവിടെ കാണിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് അവിടെ കണ്ടത്. ഇത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യനും നിൽക്കില്ല, ഒരു പാർട്ട്ണറും നിൽക്കാൻ പറ്റാത്ത കാര്യമാണ് എത്ര ന്യായീകരിച്ചാലും. അപ്പോൾ അഫ്സൽ അവസാനമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. എന്താ പറയുക, അഫ്സൽ ജാസ്മി എന്നുള്ളൊരു ഇത് ഇനി ടോപ്പിക്ക് ഇനി വരരുത്, അത് അവൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് ആരും സംസാരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇതോടുകൂടി അവസാനിക്കണം എന്നാണ് അഫ്സൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അഫ്സലിനെ കുറിച്ച് ഇനി വീണ്ടും ക്രൂശിച്ച് അവനെ ജാസ്മി അങ്ങനെയാണ്, ജാസ്മി ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസുകൾ ഇടാതിരിക്കുക. അതുപോലെ തന്നെ ജാസ്മിയെ എന്താ പറയുക, അഫ്സലിനെ ഇതാക്കാതിരിക്കുക, പ്രകോപിപ്പിക്കാതിരിക്കുക. ഇനി അഫ്സൽ ജാസ്മി എന്നുള്ളൊരു ടോപ്പിക്ക് എവിടെയും വരരുത് എന്നാണ് അഫ്സൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ എന്തിനാണ് ചോദിച്ചിട്ട് എന്നെ കുറേ പേര് പൊങ്കാല ഇടാൻ വരും. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ജാസ്മിൻ്റെ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിന് എൻ്റെ അടുത്ത് ഇതാവാൻ വരണ്ട, എന്നെ ചൊറിയാൻ വരണ്ട, എന്നെ പൊങ്കാല ഇടാൻ വരണ്ട. അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ എല്ലാം ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി ചെയ്യണമല്ലോ എന്നുള്ളത് ഓർത്തിട്ട് ഞാൻ ചെയ്തതാണ്. ജാസ്മിയെക്കുറിച്ച് വീഡിയോ ഇടാൻ എനിക്ക് താല്പര്യമേ ഇല്ല, പക്ഷേ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഇടണമെന്ന് തോന്നി, അങ്ങനെ ഇട്ടതാണ്. 1-2 വീഡിയോകൾ ഞാൻ ജാസ്മിക്കും അഫ്സലിൻ്റെയും ഒക്കെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അഫ്സൽ ജാസ്മി എന്നുള്ള ഒരു ടോപ്പിക്ക് ഈ ഒരു ഇതോടുകൂടി അവസാനിക്കണം. ഇനി ഞാൻ ഇവരെ കുറിച്ചിട്ടുള്ള യാതൊരു വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും, ഇവരെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, അഫ്സൽ ജീവിക്കാൻ അനുവദിക്കുക. ഇനി അഫ്സലിന് വേണ്ടി അഫ്സൽ ജാസ്മി എന്ന് പറഞ്ഞ് അവരെ ദ്രോഹിക്കാതിരിക്കുക. അവനക്ക് നല്ലൊരു ബന്ധം കിട്ടട്ടെ, അവർ നല്ലതായിട്ട് ജീവിക്കട്ടെ, അവനക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും, നല്ലൊരു ചെറുക്കനാണ്, നല്ലൊരു സ്വഭാവത്തിനുടമയാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് അഫ്സൽ ഇട്ട വീഡിയോൻ്റെ കുറേ കമൻസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അഫ്സലിനെ ഇത് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട്. എന്താ പറയുക, നല്ല ജീവിതം കിട്ടും, നീ രക്ഷപ്പെട്ടു, നിനക്ക് ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയും, നിന് നല്ല ജീവിതം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഇത് മതി. അപ്പോൾ എന്തായാലും എന്താ പറയുക, അഫ്സൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം ഈ ഒരു അവസരത്തിൽ കരുതാൻ. എന്തായാലും അഫ്സലിന് നല്ലൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.